കഴിവും ശേഷിയുമുള്ള കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് വലിച്ചെറിയണം. വാശിയോടെ അവർ നീന്തിക്കയറും. എന്തും സഹിക്കാൻ കഴിവുള്ളവരെ കർത്താവ് ഒരുപാട് പരീക്ഷണങ്ങളിൽ പെടുത്തും. ആത്യന്തികമായിട്ട് അവർക്ക് മനസമാധാനവും കൊടുക്കും. ആഗ്രഹിച്ച രീതിയിൽ ജോമോനെ ഡോക്ടറായി കിട്ടിയ ഈ നിമിഷം നിങ്ങൾ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നില്ലേ? ജോമോനെ, നീ ആരെയായി നോക്കി നിൽക്കുന്നത്? അല്ല മാമേ, ഞാൻ അതിലൊരു കുട്ടിയെ എവിടെ വെച്ച് കണ്ട നല്ല പരിചയം പോലെ. അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ജോമോനെ, ഇപ്പൊ നീ അമ്മാമ്മയുടെ കാത്തിരുന്ന സ്വപ്നമല്ല, ഇനിയുള്ള ജീവിതമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അമ്മാമേ, എന്റെ വർഗീസൂട്ടി, സത്യം പറയാലേ, ലണ്ടനിൽ 3 വർഷം താമസിച്ചിരുന്ന മുറി വെക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. ഇന്ന് സെമിത്തേരിയിൽ ഡാഡിയുടെയും മമ്മിയുടെയും ശവക്കല്ലറയ്ക്ക് മുമ്പിൽ നിന്നപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല. പിന്നെ അമ്മാമ്മയുടെ കണ്ണു നിറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമമുണ്ടായത്. ഡാഡിയും മമ്മിയൊക്കെ ആണെങ്കിലും കുറച്ചു കാലം ഒരുമിച്ച് കഴിയുകയും അടുത്തിടപെടുകയും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകത്തുള്ളൂ. എനിക്ക് എന്റെ വാപ്പയെ പറ്റി ഒരൊറ്റ വികാരമേ ഉള്ളൂ, വെറുപ്പ്. ഈ നാട്ടിൽ നിയമവും കോടതിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഞാൻ കുത്തിക്കൊല്ലുമായിരുന്നു. എന്തായി പറയുന്നേ? ഓടിയത്ത് അകത്തുവാൻ. വാപ്പ ഇവക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ ഉമ്മ മരിച്ചത്. 6 മാസത്തിനുള്ളിൽ വാപ്പ അവരെ കല്യാണം കഴിച്ചു. കൊണ്ടുവന്നതോ ഒരു പരമദുഷ്ടയെ. ആ സ്ത്രീ ഇവളെ ഇട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് സഹികെട്ടിട്ടാ ഞാൻ പഠിത്തം നിർത്തിയത്. വാപ്പയ്ക്ക് അവരായിരുന്നു വലുത്. അന്ന് ഞാൻ ഇവളുടെ കൈയും പിടിച്ചിറങ്ങിയതാ. അന്ന് മുതൽ ഇന്ന് വരെ ഈ ലോകത്ത് ഞാൻ ഒരാളേ ഉള്ളൂ, ഈ കടലമ്മ. എന്താ, ഞാനില്ലേ? ഇയാളങ്ങ് ലണ്ടനിലും കണ്ട് കിടക്കുകയല്ലേ വലിയ ഡോക്ടറായി? അതൊക്കെ പോട്ടെ. ഡോക്ടർ ഇന്ന് വളരെ ബിസിയാണ്. രാവിലെ നാടൻ രീതിയിൽ കടപ്പുറത്ത് വിശാലമായൊരു കുളി, വൈകിട്ട് ഐഷാവികത്തിന്റെ വിഖ്യാതമായ മീൻകറിയും കൂട്ടി സമൃദ്ധമായ ഒരു ഊണം. ഓക്കെ? ഐഷ, കഥ കടച്ചോ. കണ്ടില്ലേ കുറുപ്പേ, രാവിലെ 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയതാ. അവന്റെ വല്ല വിവരം ഉണ്ടോന്ന് നോക്കിയേ. ഇവിടെ അവന് എന്താ ഒരു കുറവുള്ളത്? ആ കടപ്പുറത്തെ കമ്പനിയായിട്ട് എത്ര തവണ ഒട്ടിച്ചേർന്ന് നടന്നാലും അവന് മതിയാവില്ല. അപ്പന്റെ സ്വഭാവവും ഇത് തന്നെ ആയിരുന്നു. എസ്റ്റേറ്റിലേക്കെന്നും പറഞ്ഞൊരു പോക്ക് പോയാ പിന്നെ എത്ര നാൾ കഴിഞ്ഞാ തിരിച്ചു വരാറുള്ളത്? അല്ല, എത്ര തവണ ഇവിടുന്ന് തന്നെ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ഇങ്ങോട്ട് വരട്ടെ. അല്ല ഡോക്ടറെ, ഒരു സംശയം. ലണ്ടനിൽ വെച്ച് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് കൈ നക്കാൻ പറ്റുമോ? കത്തിമുള്ളുക വേണ്ടായോ? സായിപ്പിന്റെ നാട്ടിൽ എവിടെ കിട്ടും കളിയാ ചട്ടി വെച്ച മീൻകറി? ചട്ടി വെച്ച മീൻകറിയുടെ സ്വാദ് ശരിക്കറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല, കുറച്ചുകൂടെ ശക്തിയായിട്ട് ഇങ്ങനെ നക്കണം. ഐഷ ബീഗം എന്റെ കൂടെ നിൽക്കാവുന്നുണ്ടെങ്കിൽ എന്റെ അമ്മാമ്മ ആശുപത്രി വെച്ചതിന് പകരം ഞാൻ ഇവിടെ ഒരു ഉഗ്രൻ ഹോട്ടൽ തുടങ്ങും. എന്താ, കൂടുന്നോ? കൂടുന്നോ? ശരി, ആളെ വിട്ടുതരാം. എനിക്ക് എന്ത് പണി തരും? ആർക്ക്? എനിക്ക്. നിനക്കോ? നിന്നെ കൊണ്ട് അരി വിടുന്നു നാട്ടി. എന്തോ ആട്ടടാ അങ്ങോട്ട്. വീർത്തിരിക്കുക എല്ലാം കൂടെ കുറച്ച് ചൊട്ടി കിട്ടട്ടെ കയ്യിലങ്ങോട്ട്. നീ ഇരിക്കണ്ട, നിനക്ക് എനിക്ക് അവകാശമില്ല. അവിടുത്തെ അവസ്ഥയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചേട്ടനെ പറ്റി അനിയത്തിയ. നീ പോയി കിടന്നോ. സാറ് വന്ന് ഊണ് കഴിച്ച് പാത്രം കഴിവെച്ചിട്ട് കിടന്നോളാം. സാറ് വരാനൊന്നും കാത്തിരിക്കണ്ട. പാത്രമൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. നാളെ രാവിലെ കഴിയാ മതി. പിന്നെ ഈയിടായി ഒരുക്കമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. അടുക്കള പണി ചെയ്യുന്നതിനിടയിൽ തലയിൽ മുല്ലപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ നിന്റെ ഉദ്ദേശം? കടപ്പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനാണോ ലണ്ടനിൽ ഞാൻ പഠിപ്പിച്ചത്? ഒരു ഡോക്ടറുടെ വല്ല നിലയും വില നിനക്കുണ്ടോ?
ഞാൻ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഈ ആശുപത്രിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ദേ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട. നിന്റെ അപ്പനെ ആദ്യം ഞാൻ കണ്ടത്. ഇത്രയും കാര്യം പറയാനല്ലയോ മനസ്സിൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്? അയ്യോ, അമ്മാമ്മയുടെ ചുണ്ടത്തൊരു ചിരി കിടന്ന് തത്തി കളിക്കുന്ന കണ്ടോ? ഒന്ന് ചിരിച്ചേരണ്ട അമ്മാമേ. എത്ര നേരമായിട്ട് ഈ ആഹാരം എടുത്തു വെച്ചിട്ട് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണമെന്ന് അറിയാമോ? കൂടും, പ്രഷർ കൂടും. ദേ ഞാൻ ഒറ്റ ഇരിപ്പിന് ഇവനെ മുഴുവൻ കഴിച്ചീർക്കാൻ പോകും. ദേ ഫോൺ 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 അമ്മാമയ്ക്ക് ഫോൺ. യെസ്, ഉണ്ണുന്നില്ല സാർ? ഡോക്ടർ വർഗീസിന് നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാതെ തന്നിഷ്ടം പോലെ വരാതിരുന്നാൽ ഇതൊരു ആശുപത്രിയല്ലേ? ആ, ഒരു കാര്യം ചെയ്, തൽക്കാലം ഡോക്ടർ തങ്കമ്മയെ വിളിച്ചോ. ആ, അമ്മാമ വരുമ്പോ ഞാൻ നിന്നെ ചുമ്മാ ഒന്ന് ചാടിക്കും, പേടിക്കരുതേ. നാക്കുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. നിന്നെ ആരാ ഇവിടെ വിളിച്ചേ? എന്താ മോനെ? അമ്മാമേ, ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഇവരോട് നിൽക്കേണ്ട ആവശ്യം എന്താ? എനിക്കത് ഇഷ്ടമല്ല. നിന്നെ ഇവിടെ ആര് വിളിച്ചു? അകത്തേക്ക് പോ. ഡോക്ടറായ നിലയും വിലയും കളയരുത്. അല്ല, മോൻ ആഹാരം കഴിച്ചു തീർന്നോ? അമ്മാമ്മയുടെ കൊഞ്ചേറി ഉണ്ടെങ്കിൽ എനിക്ക് എത്ര നേരം വേണം ഊണ് കഴിക്കാൻ? ഞാൻ ഇത് മുഴുവൻ കഴിക്കാൻ പോകും. അയ്യോ, വേണ്ട വേണ്ട, നീ ഇപ്പൊ തന്നെ നിറച്ചും കഴിച്ചിട്ടുണ്ട്. എന്നാ കഴിക്കട്ടെ. ആ, ജോമോ നിന്നെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും കാലം കൂടി നാട്ടി വന്നിട്ട് ഒരു നിമിഷം പോലും അവൻ വീട്ടിൽ നിന്നിട്ടില്ല. ദേ, ഇന്ന് തന്നെ രാവിലെ ഇറങ്ങിയതാ. ഇനിയിപ്പോ രാത്രി ഏത് നേരത്താ വന്നു കയറുന്നെന്ന് അറിഞ്ഞൂടാ. നല്ലത് വേണ്ട നേരത്ത് പറഞ്ഞു കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല. ആ, ജോമോൻ എവിടെ പോകുന്നു, ആരെയെല്ലാം കാണുന്നു, എന്തെല്ലാം പറയുന്നു, ഇതിന്റെ എല്ലാം ഒരു ഫുൾ റിപ്പോർട്ട് എന്നും വൈകുന്നേരം നീ എനിക്ക് തരണം. അമ്മച്ചി പറയുന്നത് ഞാനൊരു CID പണി നടത്തണം എന്നാണ്. അതെ, അത് ഞാൻ ഏറ്റു. പക്ഷേ ഈ CID പണിയും ആശുപത്രിയിൽ അറ്റൻഡർ പണിയും രണ്ടും കൂടി ഒരുമിച്ച്. അത് നീ വിഷമിക്കണ്ട. ജോമനെ, ഏയ് എന്താ ജോമനെ, എന്താ കാര്യം എന്താ? നമ്മുടെ വാച്ചില്ലേ ഓൺ ദ റോക്സ് ഞാൻ നോക്കുമ്പോ ഇവരൊന്നും മോഷ്ടിക്കാനായിട്ട് തല്ലാതിരിക്കാൻ പറയും. ഇല്ല, വാച്ച് പൊട്ടിച്ചോ. ഞാൻ വെളിക്കിരിക്കാൻ വന്നതാണ് എന്നൊന്നും പറഞ്ഞു. വെളിക്കിരിക്കാൻ വന്നതാണ്, കത്തിപ്പാൻ വന്നതാണ്. അവിടെ പാത്തും പതിയും പാറെടുത്തവർ മനസ്സിലാക്കി. നല്ല സമയം എടുത്ത് വിസ്തരിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഐ ആം റിയലി സോറി. ഓക്കെ, ഇതെന്ത് പോകാൻ ഉള്ളതൊക്കെ അപ്പോഴേ പോയില്ലേ. ജോമോനെ, അമ്മാമ്മ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചു. ചോദിച്ചോ. അതിന് നീ ശരിയായ ഉത്തരം പറയണം. പറയാം. മക്കൾ എന്നാ ആശുപത്രി ജോയിൻ ചെയ്യാൻ വരുന്നേ? മക്കൾ ഇപ്പോഴെങ്കിലും വരുന്നില്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല, എനിക്കൊരു ഉത്തരം തന്നേ പറ്റൂ. ഞാൻ കുറച്ചുകൂടെ റിലാക്സ് ചെയ്യട്ടെ അമ്മാവ. എന്തോന്ന് റിലാക്സ്? റിലാക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം അമ്മാമ്മയുടെ വടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കണം. നാളെ അമ്മാമ്മ ആശുപത്രി പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോകും. ജോയിൻ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം. അവിടെ ഉള്ളവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുക. പറയേണ്ട കാര്യമില്ലല്ലോ. ഡോക്ടർ വർഗീസ്. ഹലോ. ഹലോ. ഡോക്ടർ കൃഷ്ണൻ. പ്ലീസ് ടു മീറ്റ് യു. ഡോക്ടർ സുരേഷ്. ഹൗ ഡു യു ഡു? ഇവരെല്ലാം ഇവിടുത്തെ സ്റ്റാഫാണ്. ദേ ആർ ഓൾ മൈ ചിൽഡ്രൻ. നമസ്തേ. ജോമോൻ വാ. നിങ്ങൾ എല്ലാരും ഡ്യൂട്ടി റൂമിലേക്ക് പോയിക്കോളൂ. ഡോക്ടർ വർഗീസ്, Yes. യു മേ കം. ഇതാണ്
ജോമോന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത റൂം. അതായത് അമ്മാമ്മ എന്നെ തളച്ചിടാൻ വേണ്ടി തയ്യാറാക്കിയ ആശുപത്രി തടവറ. എന്താ ഡോക്ടർ? ദേ, നീ നാക്ക് വളച്ച് വേണ്ടാത്തൊന്നും പറയരുത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മുറിയിൽ നിനക്കിനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. ഈ മുറിയില് ഡോക്ടർ വഗീസ്, നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തായിട്ട് ഒരു ടി വി വെക്കാം. ഹോസ്പിറ്റലിൽ ടിവിയോ? എന്തായാലും ഇവിടെയാണ് എനിക്ക് അമ്മാമ്മയോട് യോജിപ്പില്ലാത്തത്. ആശുപത്രിയിൽ ടി വി വെക്കാൻ പാടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വരുന്ന ഒരു രോഗിക്ക് ഇത് ആശുപത്രിയായിട്ട് തോന്നരുത്. അതാണ് ആശുപത്രി. എക്സാക്ട്ലി. നീ ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് നാട്ടുകാരെ മുഴുവനും വെള്ള അടിപ്പിച്ച് വെളുപ്പിക്കാന്നൊന്നും നോക്കണ്ട. Come on, let us have a look at the wards. ആവാ. ആ, മോൻ ഇങ്ങോട്ട് ഇരിക്കേ. ഞാൻ ഇരിക്കാം. മോൻ ഇന്ന് ഇരിക്കേ. ഞാൻ അമ്മ മോനെ സമയം ഒന്ന് നോക്കിയിട്ട് കാണണ്ട. കണിയാനെ കണ്ടിരുന്നോളാം. നീ ഒന്ന് ഇരിക്ക് മോനെ. ഇപ്പൊ വേണ്ട മാമ, ഇപ്പൊ വേണ്ട. പറയുന്നത് കേൾക്ക്. വാട്സിലേക്ക് വാ. പ്ലീസ് പ്ലീസ് അമ്മാമ. Come on. മെയിൻ്റെനൻസ് ഒന്നും പോരാ. ഡോക്ടർ സൂപ്രണ്ടോട് പറഞ്ഞേക്കണം. Yes. കേട്ടോ ജോമോനെ? ജോമോനെ ഇവിടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ജോമോനെ അറിയാം. ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? കണ്ട ചോല സന്തോഷം. ഇനിയും കാണാം. ശരി. അളിയാ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന ഈ ആലീസ് അന്ന് ഇവിടെ അസലായി പാടും, നന്നായി ഡാൻസ് ചെയ്യും. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെയാണ് അമ്മാമ്മ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ അല്ലേ അറിയുന്നത്. അമ്മാവ ബുദ്ധിയുള്ള സ്ത്രീയാ. ആലീസിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. എങ്ങനെങ്കിലും അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഒപ്പിച്ചെടുത്താൽ ആലീസുമായി പഴയ വീരകഥകളൊക്കെ പറഞ്ഞ് രസമായിട്ട് അങ്ങ് കൂടാ. അമ്മമ്മ, ഇന്ന് ഹമീദ് എന്നോടൊരു കാര്യം ചോദിച്ചു. എടാ, നിന്റെ അമ്മാമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ആശുപത്രി ഉണ്ടാക്കി വെച്ചു, നീ ആയിട്ട് നിന്റെ അമ്മാമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അതൊന്നും നീ സാരമാക്കണ്ട. ഞാൻ സാരമാക്കും. ഞാൻ അമ്മാമ്മയുടെ വലങ്കയായിട്ട് നിൽക്കേണ്ട ആളല്ലേ. അമ്മാമ്മ ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യാനുള്ള സമയമാണോ ഇത്? ഞാനും പിന്നെ ആലോചിച്ചു, നീ റിലാക്സ് ചെയ്യേണ്ട പ്രായമായത്. ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടക്കാനൊക്കൂ. നാളെ പെണ്ണ് കെട്ടി കുട്ടികളൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞാ വിട്. അമ്മാമ്മ പറഞ്ഞിട്ടും ജോയിൻ ചെയ്യാത്ത അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. മോൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനിയുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. ഞാൻ ആശുപത്രി ജോലി ചെയ്യും. മക്കളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പോവാണോ? ഇന്നു മുതൽ. നീയാണ് കാരണം. എനിക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഈ KD ജെയിംസിനെ ഓർമ്മയുണ്ടോ? കൊള്ളാം. അതേ ഉശിര്, അതേ വാശി. അതേ ആലീസ്, അതേ അതേ ആലീസ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയി ഷർട്ട് ഇടൂ. ഓ, ഐ എം സോറി. ഏത് ഷർട്ട്? എനിക്ക് കാപ്പി ഇഷ്ടമാണ്. കാപ്പി കളറും ഇഷ്ടമാണ്. ഓർമ്മയുണ്ടോ കോളേജ് ഡേക്ക് എന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ ഗ്രീൻ റൂമിലേക്ക് ഓടി വന്നത്? മെഡിക്കൽ സമരത്തിൽ കല്ലേറ് കൊണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ 1/2 ഡസൻ ഓറഞ്ചുമായി എന്നെ കാണാൻ വന്നത്. എന്റെ അനിയന് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി എന്നോടൊപ്പം ബിഷപ്പ് പാലസിൽ വന്നത്. ഉണ്ട് ഉണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. വി വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. നമുക്കിതെല്ലാം വീണ്ടും വീണ്ടും ഓർക്കണം. ഇനിയുള്ള നൈറ്റ് ഡ്യൂട്ടികൾ അതിനുള്ളതാണ്. ആശുപത്രിയിലോ രോഗികൾക്കിടയിലോ? എന്റെ ആശുപത്രിയിൽ രോഗികളില്ല. എല്ലാവർക്കും ആഹ്ലാദം. ഡോക്ടർക്ക് ആഹ്ലാദം, സിസ്റ്റർക്ക് ആഹ്ലാദം, രോഗിക്ക് ആഹ്ലാദം, രോഗിക്ക് കൂട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദം. എന്തിന്? പ്രാണരക്ഷാർത്ഥം ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾക്കും ആഹ്ലാദം.